Hi guys, welcome back to my channel. Ash Canadian mother. Ash Canadian mother. Ash Canadian mother. അപ്പോൾ നമ്മളിപ്പോൾ ഒരു സ്ഥലത്തോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എവിടെയാണെന്നുള്ളത് നിങ്ങൾക്ക് തംബ്നെയിലൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പം നമുക്ക് പോകാം. അപ്പം ഞാനിപ്പം പോയിക്കൊണ്ടിരിക്കുമ്പോൾ കുറച്ച് വിഷ്വൽസ് കാണിക്കുന്ന ഇവിടെ സ്പ്രിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നല്ല നല്ല ഫ്ലവേഴ്സ് ഒക്കെ ഇങ്ങനെ പൂത്ത് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ പോകുന്ന വഴിക്ക് ഞാനിങ്ങനെ ഓരോ ഫ്ലവേഴ്സും നല്ല വെറൈറ്റി ഫ്ലവേഴ്സും അതുപോലെ വെറൈറ്റി കളേഴ്സും. അപ്പോൾ എൻ്റെ ഉടുപ്പിന് ചേർന്നൊരു കളറായിരുന്നു മുമ്പേ കണ്ടേ, ഒരു പേർപ്പിൾ കളർ. അപ്പോൾ ഇന്ന് ഈ വീക്ക് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോങ് വീക്കെൻഡാണ്. അതുകൊണ്ട് നല്ല റഷായിരുന്നു, റോഡിലും ഒക്കെ നല്ല ട്രാഫിക്കും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഇത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളൊരു പാർക്കാണ്. പർപ്പിൾ കളറിലെ പൂവുണ്ട്, ഞാൻ മുമ്പേ പറഞ്ഞില്ല. അപ്പം നമ്മൾ പൊയ്ക്കൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ ഓൾറെഡി റെയിൻ എക്സ്പെക്റ്റ് ചെയ്തിരുന്നു. നമ്മളൊരു 2 o'clock ഒക്കെ ആകുമ്പോഴത്തേക്കിന് റെയിൻ ആകും എന്ന് നമുക്ക് ഓൾറെഡി പ്രഡിക്ഷൻസ് ഉണ്ടായിരുന്നു. പക്ഷേ നമ്മളങ്ങോട്ട് ഇറങ്ങുന്നിടം വരെ മഴക്കോളും കാര്യങ്ങളും ഒന്നുമില്ലായിരുന്നു. ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല മഴക്കോളം ഈ നിൽക്കുന്നത് കൊണ്ട്. ഇതാരും നട്ട് വളർത്തിയ പൂവോ ഒന്നുമല്ല. ഇതിൻ്റെ പേര് ഡാൻഡ്ലിയൻസ് എന്നാണ്. ഈ പൂ ഉപയോഗിച്ച് നമ്മൾ ക്യാമമൈൽ ടീ ഒക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കാം. ഇതിന് കുറേ ഹെൽത്ത് ബെനിഫിറ്റ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നമ്മൾ ഏതെങ്കിലും പൂവൊക്കെ ഇങ്ങനെ നട്ട് വളർത്തി കഴിഞ്ഞാൽ അങ്ങനെ വളരുമോ? ഇല്ല. മഴക്കോള് കണ്ടോ? ഈ മഴക്കോള് കാണുമ്പോൾ എനിക്ക് ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ലല്ലോ. അവിടെ അപ്പം നമ്മൾ ചെറിയ ഡ്രിസിൽസായിട്ട് മഴ പെയ്യാൻ തുടങ്ങി. അപ്പം നമ്മൾ ഹൈവേ എടുത്തിട്ടാണ് പോകുന്നത്. ഈ ഓരോ തുള്ളികൾ വീഴുന്നത് എൻ്റെ ചങ്കിലാണ്. അങ്ങനെ നമ്മൾ ഇതൊന്നും എടുത്തിട്ടില്ലായിരുന്നു, കുടയും കാര്യങ്ങളും ഒന്നും എടുത്തിട്ടില്ലായിരുന്നു. കാരണം കുടയൊന്നും ഒരാവശ്യമില്ല. കുടയൊക്കെ പിന്നെ ഒരു ലൈബിലിറ്റി ആയിട്ട് നമുക്ക് മാറും. പക്ഷേ എൻ്റെ ഒരു പ്രാർത്ഥന അവിടെ ചെന്ന് കഴിയുമ്പോൾ പിന്നെ മഴ പെയ്യാതിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളായിരുന്നു. അങ്ങനെ നമ്മൾ ഹൈവേയിൽ കയറി. നമ്മളിവിടെ കയറിയപ്പോഴാണ് നമ്മുടെ നാട്ടിലുള്ളതിൻ്റെ തൊട്ട് സേലം റോഡ് കാണുന്നുണ്ട് ഗൈസ്. അങ്ങനെ നമ്മൾ സേലം റോഡിലെത്തി. അങ്ങ് നാട്ടിലുള്ളതല്ല, കാനഡയിലുള്ളത്. നമ്മൾ പോകുന്ന വഴി ഫുള്ള് റെഡാണ്, നല്ല ട്രാഫിക്കാണ്. അപ്പം നമുക്കൊരു പേടി. നമ്മൾ 2 o'clock അവിടെ അപ്പോയിൻമെൻറ്റ് ടിക്കറ്റ് എടുത്തിരുന്നത്. ആ സമയത്ത് അവിടെ എത്തുമോ ഇല്ലയോ എന്നൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഈ കിടക്കുന്നതാണ് ഇവിടുത്തെ ഗോ ട്രെയിൻ. അതായത് നമ്മുടെ നാട്ടിലെ ട്രെയിനിൻ്റെ ഒരു സംഭവം തന്നെയാണ്. ലൈക്ക് ഇതിന് നമ്മുടെ മറ്റേ ഡബിൾ ഡക്കർ മാതിരി മണ്ടയ്ക്കും സീറ്റ്സ് ഉണ്ട്. ഞാൻ ഒരൊറ്റ തവണ ഇതിനകത്ത് കയറിയിട്ടുള്ളൂ. എനിക്ക് അതിൻ്റെ ആവശ്യം ഉണ്ടായിട്ടുള്ളൂ. ഞാനൊരു തവണ ഒരു ലോങ് പോയ സമയത്തായിരുന്നു കയറിയത്. നല്ല കംഫർട്ടബിൾ ആയിരുന്നു. അതുപോലെ നല്ല ഹൈജീൻ, നല്ല എല്ലാം നല്ല പെർഫെക്റ്റ് ആയിരുന്നു. അങ്ങനെ നമ്മൾ സ്ഥലത്തെത്തി. ഇവിടെ പാർക്കിങ്ങും കാര്യങ്ങളും. നമ്മൾ വന്നപ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, ഇനി പാർക്കിങ്ങിനൊക്കെ സെപ്പറേറ്റ് നമ്മൾ ടിക്കറ്റ് എടുക്കണോ വേണ്ടായോ എന്നുള്ളത്. പക്ഷേ പാർക്കിംഗ് ഒക്കെ നമുക്ക് ഫ്രീ ആയിരുന്നു. പിന്നെ നമ്മൾ ഗൂഗിളിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഇവിടെ ഭയങ്കര മടിയാണ്, അതുപോലെ പാർക്കിങ്ങിൻ്റെ അവിടെ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നുള്ളത്. പക്ഷെ നമുക്ക് ചെന്നപ്പം സ്പേസ് ഒക്കെ അവൈലബിളും ആയിരുന്നു. അതുപോലെ മടിയായിട്ടൊന്നും ഫീലും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം എല്ലാം നല്ല പെർഫെക്റ്റ് ആയിരുന്നു. അവിടെ ഇഷ്ടത്തിന് നിറയെ കാഴ്സും ഉണ്ടായിരുന്നു. അവിടെ ഈ ഗ്രാസ് ഒക്കെ വളർന്ന് നിൽക്കുന്നതുകൊണ്ട് നമുക്ക് മടിയായിട്ടൊന്നും തോന്നത്തില്ല. അങ്ങനെ നമ്മൾ സേഫായിട്ട് ലാൻഡ് ചെയ്തു. ഇതാണ് ഫാം വരുന്നത്. ഫാമിൻ്റെ പേര് പിങ്കിൾസ് ഫാം. നല്ല രസമുണ്ടല്ലേ? പിങ്കിൾസ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് പ്രിങ്കിൾസ് തിന്നാൻ തോന്നും. അതൊക്കെ ആയിട്ടാണ് ഞാൻ പോയത്. അങ്ങനെ നമ്മൾ എൻട്രി ചെയ്യാണ്. ഞാൻ വിചാരിച്ചു ഇവിടെ ആയിരിക്കും ടിക്കറ്റ് എടുക്കുന്നത്. നമ്മൾ ഓൾറെഡി ഓൺലൈൻ വഴി ടിക്കറ്റ് എടുത്തിരുന്നു. അതുപോലെ ഇവിടെ വരുവാണെന്നുണ്ടെങ്കിൽ, പക്ഷേ ഇനിയിപ്പോൾ ചെല്ലാൻ പറ്റത്തില്ല. ഇനിയിപ്പോൾ അടുത്ത വർഷം ഇതേ സമയത്ത് പോകുന്നവരുണ്ടെങ്കിൽ ഓൺലൈനിൽ നമുക്ക് ടിക്കറ്റ്സ് അവൈലബിൾ ആണ്. ഓഫ്ലൈനിൽ നമുക്ക് അവിടെ ചെന്നിട്ടാണെങ്കിലും ടിക്കറ്റ്സ് അവൈലബിൾ ആണ്. പക്ഷേ ഓൺലൈനിൽ എടുക്കുവാണെങ്കിൽ നമുക്ക് പ്രൈസ് ഡിഫറൻസ് വരും. അതായത് പ്രൈസ് നമുക്ക് കുറവായിരിക്കും വരുന്നത് ഓൺലൈനിൽ എടുക്കുവാണെങ്കിൽ. പ്രീ ബുക്ക് ചെയ്യണം. പിന്നെ നമ്മൾ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ 48 hours എന്തെങ്കിലും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ടിക്കറ്റ് റീഫണ്ടും കിട്ടില്ല. അങ്ങനെ ഓൺലൈനിലുള്ളവർക്കും ഓഫ്ലൈനിലുള്ളവർക്കും സെപ്പറേറ്റ് ക്യൂയിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്തെല്ലാം മഴ പെയ്യുന്നുണ്ടായിരുന്നു. മഴയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു ചാറ്റൽ മഴ. ഞാൻ പിന്നെ തലയിൽ തൊപ്പിയെല്ലാം വെച്ചേക്കുന്നതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. ഞാൻ വെച്ചിട്ട് ഡ്രസ്സൊക്കെ നനയോ ഇല്ലയോ എന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു. അപ്പം നമ്മൾ കയറിയപ്പോൾ തന്നെ ഇങ്ങനൊരു സ്റ്റോൾ കണ്ടു. പക്ഷേ അത് എക്സിറ്റിലോട്ടുള്ള സ്റ്റോറായിരുന്നു. അപ്പം നമ്മൾ കയറിയപ്പോൾ തന്നെ എക്സിറ്റിലോട്ട് പോവായിരുന്നു. പക്ഷെ പിന്നെ നമുക്ക് മനസ്സിലായി അങ്ങോട്ടല്ല എന്നുള്ളത്. ഇതാണ് തൊപ്പി. ഞാനിത് ഇവിടെ വന്ന് ഫോട്ടോ എടുക്കാനായിട്ട് മേടിച്ചൊരു വലിയ തൊപ്പിയാണ്.
പിന്നെ നമ്മൾ കയറിയപ്പം നമ്മൾ വിചാരിച്ചു ഓക്കെ ട്യൂലിപ്പ് ഫാമിൽ വന്നു ട്യൂലിപ്സ് കണ്ടു പോവുക എന്നുള്ള ഒരു സംഭവമായിരുന്നു നമ്മൾ മനസ്സിലെല്ലാം പ്ലാൻ ചെയ്തു വന്നത്. പക്ഷേ ഇവിടെ എത്തിയപ്പോഴാണ് കുറേ എക്സ്ട്രാ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിള്ളേരുമായിട്ടൊക്കെ വരുന്നവർക്കാണെങ്കിലും അതല്ലാതെ ഒരു ഗ്യാങ് ഒക്കെ ആയിട്ട് വരുന്നവർക്കാണെങ്കിലും എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. നല്ല സൂപ്പറാണ്. ലൈക്ക് ഏക്കേഴ്സ് ആൻഡ് ഏക്കേഴ്സ് ഓഫ് ലാൻഡാണ് ഇവിടെ ഉള്ളത്. പിന്നെ നമ്മളിവിടെ വന്ന പിങ്കിൾസ് ഫാമിലാണ് ഒഷാവയിലുള്ളത്. നയാഗ്രേ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ 500,000 ട്യൂലിപ്സ് ആയിരുന്നു. ഇത് ഞാനാണ് പോകുന്നത്. ഇത് നല്ല നല്ല രസമായിരുന്നു, നമ്മുടെ വീഗാലാൻഡിലെ റൈഡ് മാതിരി. പക്ഷെ അത്രയൊന്നുമില്ല, പിള്ളേർക്ക് കയറുന്ന രീതിയിലുള്ള അതിലെല്ലാം ഞാൻ വലിഞ്ഞു കയറിയിട്ടു. പിന്നെ ഇവിടെ കണ്ടുവന്ന ഒരു കാഴ്ചയാണ് ആ കാണുന്നതുണ്ടല്ലോ, അത് ഇവിടുത്തെ വാഷ്റൂമാണ്. കണ്ടില്ലേ, റൂസ്റ്റേഴ്സ് ആൻഡ് ഹെൻസ്. ഹെൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പെടക്കോഴിയും പൂവൻകോഴിയും. അപ്പം ഹെൻസ് വുമൻസ് വാഷ്റൂമും മറ്റേത് മെൻസ്. നമ്മളിങ്ങനെ നടന്ന് വന്നപ്പം ഇവിടെ കുറേ ലൈക്ക് ഫാംസ്, ഒരു ഫാം അല്ലേ ഇത്, മറ്റേ ഗിന്നി പിക്സ് മാതിരി ഉള്ളതും അതുപോലെ റാബിറ്റ്സ് അങ്ങനെയുള്ള സംഭവങ്ങളാണ്. പക്ഷെ നമ്മൾ ഈ കേജിൻ്റെ അടുത്ത് പോയി നോക്കിയിട്ടൊന്നും അതിനെ ഒന്നും കാണാൻ പറ്റുന്നില്ല. ഏതെങ്കിലും സ്ഥലത്ത് ഒളിച്ചിരിക്കോ ഉറങ്ങുമോ അങ്ങനെ വല്ല ആയിരിക്കും. ഇവിടെ കുറേ നേരം നമ്മൾ നിന്നു, എന്നിട്ടെങ്ങും അതിൻ്റെ ഒരു പൊടി പോലും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പം അടുത്തത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ലേ ഇവിടെ കുറേ ഗെയിംസും കാര്യങ്ങളും ഉണ്ടെന്ന്. നമ്മളൊരു ടൂലിപ്പ് ഫാമിലൊക്കെ പോവുകയാണെങ്കിൽ പൂ മാത്രം കണ്ടിട്ട് വരികയല്ലല്ലോ. ഇവിടെ കുറേ ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇത് എന്തോ ഒരു ഗെയിമായിരുന്നു, ലൈക്ക് ആപ്പിളിൻ്റെ എന്തോ ഒരു ഗെയിം, ലൈക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആപ്പിൾസ് അങ്ങനെ. പക്ഷെ അതൊന്നും ഞാൻ കളിക്കാൻ പോയില്ല, അത് വലിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. പക്ഷെ കുറേ കൊച്ചു പിള്ളേർ അവിടെ നിന്ന് കളിക്കുന്നുണ്ടായിരുന്നു. ഈ ആപ്പിൾസിൻ്റെ അപ്പുറത്ത് തന്നെ പംകിൻസിൻ്റെ ഉണ്ടായിരുന്നു. ഇതാണ് ഞാൻ പറഞ്ഞില്ലേ കുറേ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഇതിലെല്ലാം വലിഞ്ഞു കയറിയിട്ടുണ്ടായിരുന്നു. അത് സർക്കസിലൊക്കെ കാണുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു കുഞ്ഞ് സൈക്കിളാണ്, 3 വീലുള്ള, നമ്മൾ ഈ കുഞ്ഞു പിള്ളേർ ചവിട്ടുന്നതിൻ്റെ കൂട്ടത്തെ. ബട്ട് ലൈക്ക് അതിൽ കുഞ്ഞു പിള്ളേരെക്കാളും കൂടുതലായിട്ടും എല്ലാം വലിയ വലിയ ആൾക്കാരായിരുന്നു ഇരുന്ന് ചവിട്ടിക്കൊണ്ടിരുന്നത്. അപ്പം എനിക്കൊരു കൊതി, ഞാനും കയറി ഒന്ന് ചവിട്ടി. അടുത്തത് നമ്മൾ കുതിര സവാരിയിൽ പോവുകയാണ്. ഇത് ഒറിജിനൽ കുതിര എല്ലാവർക്കും കാണുമ്പോൾ തന്നെ മനസ്സിലാവില്ല, പിള്ളേർക്കൊക്കെ ഒരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട് വെച്ചിട്ടുള്ള കാര്യമാണ്. പക്ഷെ അതിലും ഞാൻ വലിഞ്ഞ് കയറുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് ഇരുന്ന് ഫോട്ടോയൊക്കെ എടുക്കാം, രസമാണ്. പക്ഷേ ഞാൻ കയറിയതിൻ്റെ അത് ഇപ്പുറത്തെ സൈഡിൽ കാല് വെക്കുന്ന സാധനമില്ല. അതുപോലെ ഞാൻ കയറി ഓടിക്കാൻ നോക്കുകയാണ്. അതുപോലെ ഇത് എല്ലാവരും കയറി ഇരുന്ന് ഫോട്ടോയൊക്കെ എടുക്കുന്നത് നല്ല രസമാണ്. ലൈക്ക് ഗ്യാങ്ങായിട്ടൊക്കെ പോകുന്നതൊക്കെ എൻജോയ് ചെയ്യും. ഇത് പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ, ലൈക്ക് നമ്മൾ മറ്റേ ബാസ്കറ്റ് ബോളിൻ്റെ 2 പ്ലെയേഴ്സ് കാണും, അതിനകത്ത് ആരാണ് ഒത്തിരി ബോൾസ് ഇടുക എന്നുള്ളൊരു ഒരു ചാലഞ്ചിങ് ഒരു ഗെയിം. അടുത്തത് നമ്മൾ ഗോൾഫ് കളിക്കാൻ പോവുകയാണ്. ഗോൾഫിൻ്റെ ABCD അറിയത്തില്ല എങ്കിൽ പോലും അപ്പുറത്ത് എന്നെ കഴിഞ്ഞ കുഞ്ഞു പിള്ളേർ പെട്ടെന്ന് കണ്ടപ്പോൾ എനിക്കും ഒരു പോയി. അങ്ങനെ ഞാൻ തട്ടി, അതിനകത്തൊന്നും വീണതൊന്നുമില്ല. പിന്നെ ഞാൻ അവിടെ ചെന്നിട്ട് വീണു. അപ്പം നിങ്ങൾക്ക് കുറച്ച് വിഷ്വൽസ് ഞാൻ തൊപ്പിയൊക്കെ വെച്ചുകൊണ്ട് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ തൊപ്പിയൊക്കെ മടക്കി ഒടിച്ച് ബാഗിനകത്ത് കയറ്റി. ഞാനിവിടെ ട്യൂലിപ്പ് ഫാം കാണാൻ വന്നതാണ്. അപ്പം നമ്മൾ ഈ ട്യൂലിപ്പ് ഫാംസിലൊക്കെ നിന്ന് ഫോട്ടോ എടുക്കുന്നവരൊക്കെ തൊപ്പിയൊക്കെ വെച്ച് നല്ല ഗൗണൊക്കെ ഇട്ടിട്ടാണല്ലോ എടുക്കുന്നത്. അപ്പം അങ്ങനത്തെ ഒരു ഇതിൽ വന്നതാണ് തൊപ്പിയൊക്കെ വെച്ച്. പക്ഷേ ഇവിടെ നമ്മൾ ട്യൂലിപ്പ് ഫാമിലോട്ട് എൻ്റർ ആവുന്ന സ്ഥലത്ത് തന്നെ കുറേ ഗെയിംസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം നമ്മൾ ആ ഗെയിംസും കാര്യങ്ങളും ഒക്കെ കളിച്ചുകൊണ്ടിരുന്നപ്പം പകുതി വഴിക്ക് തൊപ്പി പറഞ്ഞു പോകുന്നു. അപ്പം ഞാൻ അതൊരു ഡിസ്റ്റർബൻസ് ആവണ്ട എന്ന് കരുതി ഞാൻ മുടിയും കെട്ടിവെച്ചു, എൻ്റെ തൊപ്പി എടുത്ത് ബാഗിലും വെച്ചു. ഇതൊക്കെ കണ്ടോ, ഇതെല്ലാം ഇവിടുത്തെ ഓരോ തരത്തിലുള്ള ഗെയിംസാണ്. ഇഷ്ടത്തിന് ഗെയിംസ് ഉണ്ട്. പക്ഷെ നമ്മളിപ്പം ഒരു ഗ്യാങ് ഒക്കെ ആയിട്ട് വരുവാണെങ്കിൽ എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. സൂപ്പർ. അവിടെ ഒരു ചേട്ടൻ ഇത് പാട്ട് പാടുന്നു. നമുക്കിതിനെ മണ്ടക്കൂടെ ഒക്കെ കയറി നല്ല അഡ്വഞ്ചറൊക്കെ കാണിക്കാം. എപ്പോഴാണ് മൂക്കം കുത്തി താഴെ വീഴുന്നതെന്ന് അറിയത്തില്ല. അതിൻ്റെയൊക്കെ മണ്ടയ്ക്ക് നിന്ന് ഇതിലേക്ക് കാണുമ്പോൾ നമുക്കൊരു സ്വിറ്റ്സർലാൻഡിൻ്റെ ഒരു ബ്യൂട്ടി ഉണ്ട്. ഇത് അവിടെ എനിക്ക് തോന്നുന്നു അവിടാന്ന് തോന്നുന്നു നമ്മൾ ട്യൂലിപ്സ് കാണാൻ പോകുന്നത്. അങ്ങ് ദൂരെ കണ്ട കുറേ ആൾക്കാർ
നമ്മളും അതുപോലെ പോകും. ബട്ട് ലൈക്ക് അതിനു മുമ്പ് നമുക്കിവിടെ കുറേ എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. അപ്പം ഇതിനകത്ത് തന്നെ കുറേ റെസ്റ്റോറൻറ്റ്സും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഓരോന്നുണ്ട്. നമുക്കിപ്പോൾ വിശക്കുവാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ മേടിച്ച് കഴിക്കാം, ദാഹിക്കുവാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ മേടിച്ച് കുടിക്കാം. പക്ഷെ ഞാൻ വീട്ടിൽ നിന്ന് കുറേ പ്രോട്ടീൻ ബാർസും ഗ്രനോളാസും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കറിയത്തില്ലല്ലോ, നമ്മൾ ആദ്യമായിട്ടല്ലേ ഒരിടത്ത് വരുന്നത്. അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് ഇതിൻ്റെ അകത്ത് ലൈക്ക് ഓരോ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് കാണുന്നത്. പക്ഷേ ഇതിപ്പം സ്ഥലമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യമേ സെർച്ച് ചെയ്തപ്പം നയാഗ്രയിലൊരു ട്യൂലിപ്പ് ഫാം ഉണ്ടായിരുന്നു. അവിടെ സെർച്ച് ചെയ്തപ്പം 3 മില്യൺ ട്യൂലിപ്സിൻ്റെ അതായിരുന്നു ഫസ്റ്റ് കാണിച്ചിരുന്നത്. പക്ഷെ നമ്മുടെ വീട്ടിൽ നിന്ന് നയാഗ്ര നല്ല ദൂരം ഉണ്ട്. എന്നാൽ പോലും നമ്മൾ വിചാരിച്ചു ലൈക്ക് തൊട്ടടുത്തുള്ളത് നോക്കിയപ്പോൾ ഒഷാവയിലൊരെണ്ണം ഉണ്ട്. അപ്പം നമ്മളിപ്പം വന്നിരിക്കുന്ന ഒഷാവയിലാണ്. ആദ്യമായിട്ട് ഞാനിവിടെ വന്നിട്ട് എനിക്കിവിടെ ട്യൂലിപ്സ് കാണാൻ വരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, ലൈക്ക് ഫസ്റ്റ് മുതൽ തന്നെ. അപ്പം ലൈക്ക് ഇപ്പോഴാണ് വരാൻ പറ്റിയത്. പക്ഷെ നമ്മളിവിടെ വന്നത് നല്ല വേർത്തിട്ടാണ്. നല്ല ലൈക്ക് എല്ലാം നല്ല നല്ല രസമുണ്ട്. ലൈക്ക് എൻജോയ് ചെയ്യാനും എല്ലാം പറ്റിയ സ്ഥലമാണ്. അത് ഇപ്പം സ്പ്രിങ് ആയല്ലോ, അതുകൊണ്ട് തണുപ്പും കാര്യങ്ങളൊന്നുമില്ല. തണുപ്പുണ്ട് ഇൻ ദി സെൻസ് ഈ കാറ്റടിക്കുന്നതുകൊണ്ട് തണുപ്പുണ്ട്. ആ ഒരു ഇതല്ലാതെ വേറെ ഒന്നുമില്ല. അതായത് എൻ്റെ പുറകിലൊക്കെ കണ്ടോ. ഈ ടിക്കറ്റിൻ്റെ കൂടെ തന്നെ ട്യൂലിപ്സ് പ്ലക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പ്ലക്കും ചെയ്യാം. പക്ഷെ അതിനൊരു $15 കൊടുക്കണം, ഒരു 10 ട്യൂലിപ്സ് നമ്മൾ പറിക്കുന്നതിന്. പക്ഷെ നമ്മളത് എടുത്തില്ല. പിന്നെ ഞാൻ നോക്കിയപ്പം നമുക്ക് പ്ലക്ക് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ അടുത്ത് സ്റ്റോഴ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, അങ്ങനെയാണെങ്കിലും മേടിക്കാം. ഇവിടെ പിള്ളേരൊക്കെ കിടന്ന് ഭയങ്കര അലപ്പാണ്. എത്രത്തോളം ക്ലിയർ ആവും എന്ന് എനിക്കറിയത്തില്ല. ഇവിടെ ആപ്പിള് പ്ലക്ക് ചെയ്യാനായിട്ട് നമ്മൾ പോയതല്ലായിരുന്നു അന്ന്. നമ്മൾ വിചാരിച്ചു ഓക്കെ ആപ്പിളൊക്കെ ചീപ്പല്ലേ, നമുക്ക് അല്ലാതെ മേടിക്കാം. പക്ഷെ അവിടെ നിന്ന് നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കുന്ന ഒരു സംഭവമൊക്കെ ഉണ്ട്. ടേസ്റ്റ് ചെയ്തപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടപ്പോഴാണ് നമ്മൾ അവിടെ നിന്ന് ഒരു ബാഗ് മേടിച്ച് ഓരോന്ന് മേടിച്ചത്. ഇതെന്താ സ്ഥലം? ഇതിനെയാണോ കഴുതയോ? നല്ല നാറ്റമുണ്ട്. ഇതാ കാളയുടെ ഒക്കെ പുറകില് എന്ത് നിൽക്കുന്ന എൻ്റെ കൂട്ട്. കളർഫുൾ. എന്താ ഇവിടെ എഴുതിയൊന്നും വെച്ചിട്ടില്ലല്ലോ. അയ്യോടാ മോണ്ടൊരു പാവം. ഇത് ആൽപ്സ് അല്ലേ? ഇത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇതിനെ ഫീഡ് ചെയ്യുമ്പം മുഖത്ത് തുപ്പുന്നത്. അതുകൊണ്ട് ഇതാ നമ്മുടെ നാട്ടിലെ പാത്തയുടെ ഒക്കെ ഒരു സൈസ് വരും. ഇതിനകത്തൊന്നുമില്ലേ? എവിടെയെങ്കിലും ഇരിപ്പുണ്ടോ? ഇല്ല, ഇതിനകത്തൊന്നുമില്ല. അയ്യോടാ വന്നിരിക്കുന്ന കണ്ടില്ലേ വായിക്കകത്ത് 2 സാധനം വെച്ചുള്ള സ്റ്റാച്ചു ഇരിക്കുന്നുണ്ട്. ഒരെണ്ണം ഇങ്ങോട്ട്, ഒരെണ്ണം തെക്കോട്ട്, ഒരെണ്ണം വടക്കോട്ട് വന്ന രീതിയിൽ. എനിക്ക് അടുത്ത് പോയി അങ്ങോട്ട് നിന്ന് ഫോട്ടോ എടുക്കണമെന്നുണ്ട്. എങ്ങാണോ അതെന്നെ തുപ്പിയാലും. ഞാനിതിന്റെ വീഡിയോ എല്ലാം കണ്ടിട്ടുള്ള എല്ലാരും തുപ്പുന്നതാ. ഇത് എന്തോ ഒരു ഗോട്ട. അത് ഭയങ്കര തീറ്റിയിലാണ്. വെള്ളവും തീറ്റയോ ഇതിനകത്ത് കുറെ ഉണ്ടല്ലോ. ദൈവമേ വരുന്നു. എന്റെ കൈ തരാനൊന്നുമില്ല. വേണമെങ്കിൽ ഒരു ഗ്രനോള തരാം. തിന്നോ? അങ്ങനെ കൊടുക്കാൻ പാടില്ലായിരിക്കും അല്ലേ? എവിടെ പോകുന്നു? കൂട്ടുകാരൊക്കെ അകത്ത് നിന്ന് കഴിക്കുവാ. പോയി കഴിക്കേ കേട്ടോ. ഓടി വന്നൊരു കുത്തിയാ തീർന്നു. ഓക്കെ ഗായ്സ്, അപ്പൊ നമ്മള് ഇനിയും നേരെ ട്യൂലിപ്പ് ഫാമിലോട്ട് പോവാണ്. നമുക്ക് വണ്ടി വന്നാൽ കയറി പോകാം. ഓക്കെ, എനിക്ക് എന്തോ ഇതെല്ലാം കണ്ടിട്ട് ഭയങ്കര എക്സൈറ്റ്മെന്റിൽ കിളി പോയിരിക്കാമോ. ഇതാ വരുന്നു ഒരു വണ്ടി ആൾക്കാരെ ഡ്രോപ്പ് ചെയ്യാൻ. നമ്മൾ ഈ വണ്ടിയിൽ കയറി ഇനി അടുത്ത ട്യൂലിപ്പ് ഫാമിലോട്ട് പോകാം. അതാ അവിടെ ക്യൂ നിൽക്കുന്ന കേട്ടോ. നമുക്ക് അവിടെ എത്തണം.
ഇതുണ്ട്. പിള്ളേരുമായിട്ടൊക്കെ വരുന്നവർക്കാണെങ്കിലും നല്ല ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയറാണ്. ഇവിടെ ഫീഡ് ചെയ്യാനാണെങ്കിലും ഫീഡിങ് റൂംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ പിള്ളേരുടെ സ്ട്രോളേഴ്സും കാര്യങ്ങളൊക്കെ ഒരെണ്ണം കാറ്റടിച്ച് തന്നെ നടന്നു. ഓക്കെ, അപ്പൊ നമുക്ക് വണ്ടി പിടിക്കാം. പൂവെല്ലാം കണ്ടപ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു പാട്ട് ഏതാണ്? എൻ്റെ മനസ്സിൽ ഇപ്പൊ പെട്ടെന്ന് വന്നത് അതാണ്. എന്ത് രസമുണ്ടല്ലേ! Oh my God, look at that. ഇവിടെ നമുക്ക് പ്ലക്ക് ചെയ്യാൻ, ഞാൻ പറഞ്ഞില്ലേ, പ്ലക്ക് ചെയ്യാൻ ഓപ്ഷൻസ് ഉണ്ട്. ഇത് കണ്ടോ, നോ ഫോർ വ്യൂയിങ് ഓൺലി, പ്ലീസ് നോട്ട് cutting or pulling of flowers in this field. എനിക്കൊന്ന് പ്ലക്ക് ചെയ്യുന്നതോ അങ്ങേ അറ്റത്ത് അവിടെ അവർ കെട്ടി വെച്ചിരിക്കുന്ന അവിടെയാണ്. ഓക്കെ, അപ്പം നമ്മുടെ ഇവിടെ ഭയങ്കര കാറ്റോ കേട്ടോ. ഞാൻ നമ്മുടെ നാട്ടിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വള്ളിയുള്ള തൊപ്പിയല്ല. ഞാൻ ഈ തൊപ്പിയൊക്കെ വെച്ച് ഫോട്ടോ എടുക്കാൻ നേരം തൊപ്പി ഒരു വഴിക്ക് പോകും, എൻ്റെ ഫ്രോക്ക് ഒരു വഴിക്ക് പോകും, എൻ്റെ മുടി ഒരു വഴിക്ക് പോകും. അതൊക്കെ കൂടെ നമ്മൾ ഫോട്ടോ ഒക്കെ എടുക്കാൻ ഇച്ചിരി കഷ്ടപ്പാടാണ്. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഇവിടെ കുറച്ച് മഴക്കോളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ടായിരിക്കാം ഇത്രയും കാറ്റ്. അതോ ഇനി ഇവിടെ ഇങ്ങനെ ആണോ എന്നും നമുക്കറിയത്തില്ല. അപ്പച്ചൻ്റെ പോട്ടെ. ഓക്കെ, അപ്പം ഇവിടെ വരുവാണെങ്കിൽ എല്ലാവർക്കും മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ളൊരു പ്ലേസ് ആണ്. വരുമ്പം ലൈക്ക് ഒരു ഗ്യാങ് ആയിട്ട് വല്ലതും വരിക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട് ചെയ്യാനായിട്ട്, നമുക്ക് എൻജോയ് ചെയ്യും നമ്മൾ. അതുപോലെ ഇവിടെ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഒരു മഴക്കോളും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കര കാറ്റുമാണ്. അപ്പൊ നമുക്ക് നേരെ ഫോട്ടോ എടുക്കാൻ ഒക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണ് ഈ സമയം. ബട്ട് ലൈക്ക് നമ്മൾ നല്ല രീതിയിൽ എൻജോയ് ചെയ്യും. അപ്പൊ ഞാൻ എൻ്റെ തൊപ്പി മാറ്റുവാണെങ്കിൽ തൊപ്പി ഒരു വഴിക്ക് പോവും, എൻ്റെ മുടി ഒരു വഴിക്ക് പോവും. അപ്പം നല്ല തണുത്ത കാറ്റാ വീശുന്നത്. അപ്പം നമുക്കിവിടെ ലൈക്ക് ഓരോ കളറിൽ വെറൈറ്റീസ് ട്യൂലിപ്സ് ഉണ്ട്. ഇതൊക്കെ കണ്ടോ, ഇത് മിക്സ്ഡ് കളേഴ്സ് ആയിട്ട് നിർത്തിയേക്കുക. പിന്നെ നമുക്ക് ഒരു റോ ലൈക്ക് റെഡ് ഉണ്ട്, യെല്ലോ ഉണ്ട്, വൈറ്റ് ഉണ്ട്, അങ്ങനെ ഓരോ. അപ്പം ഈ ട്യൂലിപ്പ് ഫാമിൻ്റെ പേര് പിങ്കൂസ് ട്യൂലിപ്പ് ഫാം എന്നാണ്. അപ്പം ഒഷാവയിലിൻ്റെ അടുത്തുള്ളവർക്ക് ആർക്കെങ്കിലും വരണമെന്നുണ്ടെങ്കിൽ മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ള പ്ലേസ് ആണ്. എനിക്കൊന്ന് ഈ ട്യൂലിപ്പിൻ്റെ സീസൺ ഈ ആഴ്ചയും കൂടെ ഉള്ളതെന്നാണ് എൻ്റെ ഒരു നിഗമനം. ഐ എം നോട്ട് ഷുവർ. അപ്പം എന്തായാലും അടുത്ത വർഷം വല്ലതും ട്യൂലിപ്സ് കാണാൻ വരുന്നവർക്ക് ഇവിടെ ആണെങ്കിലും വരാം. എൻ്റെ അമ്മച്ചിയൊക്കെ നടക്കുന്ന കണ്ട കുറേ കൂടെ. നമ്മുടെ നാട്ടിലുള്ള അമ്മച്ചിമാർ ഒരു 50 വയസ്സായാൽ അപ്പളെ കട്ടിലേ കയറി ഇരിക്കുക, അയ്യോ മക്കളെ എനിക്ക് വയ്യെന്ന് പറഞ്ഞുകൊണ്ട്. ഇവിടെ ഞാൻ ഇന്നലെ ഒരു റീലിൽ കണ്ടതാണ്, 100 വയസ്സായ ഒരു എംപ്ലോയി ഉണ്ട് ഹോം ഡിപ്പോട്ടിൽ ജോലി ചെയ്യുന്നത്. ഓൾഡസ്റ്റ് എംപ്ലോയി ഇൻ നോർത്ത് അമേരിക്ക എന്ന് സെർച്ച് ചെയ്താൽ മതി. ഡേവിയോ അങ്ങനെ എന്തോ ആണ് പേര് അയാളുടെ. അപ്പം
അപ്പം എത്രയൊക്കെ ഉള്ളു വിശേഷങ്ങൾ. ലോട്ട്സ് ആൻഡ് ലോട്ട്സ് ഓഫ് ലവ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ലൈക്ക് ദിസ് വീഡിയോ, ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.